ഈ ഹാഷിം ഇസ്ലാമിനെ സമ്പൂർണ്ണമായി എതിർക്കുക മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ മതങ്ങളുടെയും പല ഘടകങ്ങൾ ചേർത്ത് ഒരു അവിയൽ കൾട്ട് സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ മതങ്ങളുടെയും പുണ്യപുരുഷന്മാരുടെ പിൻഗാമിയായി അയാൾ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്രിസ്തുമതം, ഇസ്ലാം, ജൂതമതം, കത്തോലിക്ക മതം എന്നിവയെല്ലാം കാലഹരണപ്പെട്ടു എന്ന് അയാൾ പ്രഖ്യാപിക്കുന്നു. ഹാഷിമിന്റെ വാക്കുകളിൽ യേശു വാഗ്ദാനം ചെയ്ത ആശ്വാസകനും മുസ്ലിങ്ങൾ കാത്തിരിക്കുന്ന മഹ്ദിയും ഷിയാക്കൾ പ്രതീക്ഷിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഇമാമും അയാൾ തന്നെയാണ്. അബ്ദുള്ള ഹാഷിം അബ അൽ സാദിഖ്, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെയും മുഹമ്മദ് നബിയുടെയും കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പിൻ്റെയും പിൻഗാമിയാണ് താനെന്ന് ഒരു വിചിത്രമായ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മളോട് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഒരു സംശയവുമില്ലാതെ നമ്മൾ പറയും ഇയാൾക്ക് വട്ടാണെന്ന്. നമ്മുടെ ചില പഴയ മലയാള സിനിമകളിലൊക്കെ മനോനില തെറ്റിയവരെ ചികിത്സിക്കുന്ന ആശുപത്രി രംഗങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? പ്രധാനമന്ത്രിയാണെന്നും പ്രസിഡന്റ് ആണെന്നും ഒക്കെ അവകാശവാദം ഉന്നയിക്കുന്ന ചില കഥാപാത്രങ്ങളെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. എന്നാൽ താൻ യേശുക്രിസ്തുവാണെന്നും മുഹമ്മദ് നബിയാണെന്നും പോപ്പുമാണെന്നും ഒക്കെ ഒരാൾ പരസ്യ പ്രഖ്യാപനം നടത്തുകയും തനിക്ക് അമാനുഷികമായ കഴിവുകളുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, മദ്യം ഹറാമല്ലെന്ന് അയാൾ ഉപദേശിക്കുന്നു. ഇനി മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കാബ മക്കയിലല്ല, ജോർദാനിലെ പെട്രയിലാണെന്ന് അയാൾ പറയുന്നു. ഇങ്ങനെ ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. വിചിത്രമായൊരു കാര്യം, അയാൾക്ക് 10,000-കണക്കിന് അനുയായികൾ ഉണ്ടെന്നുള്ളതാണ്. ഇതൊരു സിനിമാ കഥയല്ല, ഇതൊരു യഥാർത്ഥ സംഭവമാണ്, യഥാർത്ഥ പ്രസ്ഥാനമാണ്. ഞാൻ അയാളെക്കുറിച്ചാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇയാൾ നിശബ്ദമായി, അപ്പോൾ തന്നെ അതിവേഗം ഓൺലൈനിലൂടെ ലോകമെങ്ങും പടർന്നു വ്യാപിക്കുകയാണ്. വിവാദപരമായ ഈ മതസമൂഹത്തെക്കുറിച്ച് കൗതുകകരമായ കുറെ കാര്യങ്ങൾ പറയാം. വളരെ മിസ്റ്റീരിയസ് ആയ നിഗൂഢ വ്യക്തിത്വമുള്ള അബ്ദുള്ള ഹാഷിം അബ അൽ സാദിഖ് നയിക്കുന്ന അഹമ്മദി റിലീജിയൻ ഓഫ് പീസ് ആൻഡ് ലൈറ്റ് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ പോകുന്നത്. I tell the truth and I'm the father of truth. I'm absolutely sent from the heavens, and I was sent forward to the Muslims by Imam al-Mahdi, sent forward to the Christians by Jesus, and we have them with us in this call. For the Jews, we have with us the prophets and the messengers and the angels. ആരാണ് ഈ അബ്ദുള്ള ഹാഷിം? 1983 അമേരിക്കയിലെ ഇൻഡ്യാനയിൽ ഈജിപ്തുകാരനായ ഒരു മുസ്ലിം പിതാവിന് അമേരിക്കക്കാരിയായ ഒരു ക്രിസ്ത്യാനി യുവതിയിൽ ജനിച്ച വ്യക്തിയാണ് ഈ അബ്ദുള്ള. ഒരു സുന്നി മുസ്ലിം കുടുംബത്തിലാണ് വളർന്നതെങ്കിലും 30 വയസ്സായപ്പോഴേക്ക് ഇയാൾ മുഖ്യധാര ഇസ്ലാമുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഒരു ഫിലിം മേക്കർ, ഡോക്യുമെന്റേറിയൻ ഒക്കെ ആയിട്ടുള്ള ജോലികളാണ് ഇയാൾ ആദ്യം ചെയ്തിരുന്നത്. ഇപ്പോൾ ഖായിം ഷിയ പാരമ്പര്യത്തിലെ ഒരു മസിയാനിക് അവതാരമാണ് താനെന്ന് അയാൾ സ്വയം അവകാശപ്പെടുന്നു. താൻ ഒന്നിലധികം പ്രവാചകന്മാരുടെ പുനർജന്മമാണെന്നും പ്രവാചകൻ മുഹമ്മദ് എഴുതിയ വിൽപത്രത്തിൽ തൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നുമൊക്കെ അയാൾ പറയുന്നുണ്ട്. ഹാഷിമിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന അവകാശവാദം താൻ യഥാർത്ഥ പോപ്പാണെന്നും കത്തോലിക്ക സഭയുടെ അമരക്കാരനായി ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതുമാണ്. പത്രോസിന്റെ താക്കോൽ ഇപ്പോൾ തൻ്റെ കയ്യിലാണുള്ളത്, പോപ്പിന്റെ കയ്യിലല്ല എന്നും ഇയാൾ പറയുന്നുണ്ട്. ഇതൊക്കെ വിചിത്രമായും മനോനില തെറ്റിയവന്റെ ജൽപ്പനമായും തോന്നാം. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ അയാളെ പിന്തുടരുന്നു, അയാളുടെ അനുയായികളാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഇയാൾ സ്ഥാപിച്ച അഹമ്മദി റിലീജിയൻ ഓഫ് പീസ് ആൻഡ് ലൈറ്റ് 2015 ഔപചാരികമായി ആരംഭിക്കുന്നത്. യമാനി മൂവ്മെന്റ് എന്ന ഒരു ഷിയ ഗ്രൂപ്പിൽ നിന്നാണ് ഹാഷിമിന്റെ തുടക്കം. ആ ഗ്രൂപ്പ് തന്നെ മഹദിയുടെ വരവിനായി ലോകത്തെ ഒരുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. അവസാനത്തെ ആളായ മുഹമ്മദ് അൽ മഹദി ലോകാവസാനത്തിൽ തിരിച്ചു വരുമെന്നും നീതിയും സമാധാനവും ഒക്കെ സ്ഥാപിക്കുമെന്നും വിശ്വസിക്കുന്ന ആ വിശ്വാസത്തെയാണ് മഹദീസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ക്രമേണ ഹാഷിം അതിൽ നിന്ന് വേർപെട്ട് സ്വന്തമായ ഒരു പാത സൃഷ്ടിച്ചു. തനിക്ക് ധാരാളം അനുയായികളെ ലഭിച്ചു. ഈ അനുയായികളെ ബ്ലാക്ക് ബാനേഴ്സ് എന്ന പേരിലാണ് ഇദ്ദേഹം വിളിക്കുന്നത്. ഇന്ന് 40-ലധികം രാജ്യങ്ങളിൽ ഇദ്ദേഹത്തിന്
അനുയായികളുണ്ട്, ഈ പ്രസ്ഥാനത്തിന് സാന്നിധ്യമുണ്ട്. 100 പ്രധാന അംഗങ്ങളും 10,000 ഓൺലൈൻ അനുഭാവികളും ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അമേരിക്കയിലാണ്. അപ്പോൾ തന്നെ UK-യിലും ഇതിനൊരു ആസ്ഥാനമുണ്ട്. ടിക്ടോക്ക്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെയാണ് ഇത് വ്യാപിക്കുന്നതും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യങ്ങളാണ് ഇയാൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇയാളുടെ അനുയായികളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മഹദി റിലീജിയൻ ഓഫ് പീസ് ആൻഡ് ലൈറ്റിന്റെ പ്രധാന മുസ്ലിം വിരുദ്ധ ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ മക്കയിലെ കഅബയെ ഇദ്ദേഹം തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ജോർദാനിലെ പെട്രയിലാണെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. മാത്രവുമല്ല, ഖുർആൻ അശുദ്ധമാക്കപ്പെട്ടെന്നും ഹാഷിമിന്റെ പുതിയ വെളിപ്പെടുത്തലുകളാണ് ശുദ്ധമായ വചനമെന്നും ഇയാൾ അവകാശപ്പെടുന്നു. മറ്റു മുസ്ലിങ്ങളെ പോലെ റമദാൻ മാസത്തിൽ നോമ്പ് ആചരിക്കുന്നില്ല, അത് ഡിസംബർ മാസത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. മദ്യം ഹറാമല്ല, യഥേഷ്ടം ഉപയോഗിക്കാം. ഹിജാബ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ധരിക്കാം, വേണ്ടെങ്കിൽ ധരിക്കണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, LGBTQ സമൂഹത്തെ ഇദ്ദേഹം അംഗീകരിക്കുന്നു, അവരുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നു, അങ്ങനെ ആ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നു. സ്ത്രീകൾക്ക് നിസ്കാരങ്ങൾ നടത്തുവാനും അതിന് നേതൃത്വം നൽകുവാനുമുള്ള അവകാശം കൊടുക്കുന്നു. ഇതിനേക്കാളൊക്കെ വിചിത്രമായ കാര്യം, ഹിന്ദു മതത്തിലെ പോലെ പുനർജന്മത്തിലും ആത്മാക്കളുടെ പരകായ പ്രവേശത്തിലുമൊക്കെ ഈ ഹാഷിം വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ജിന്നുകൾ, ജ്യോതിഷം, ഏലിയൻസ്, രഹസ്യ പുരാതന ശക്തികൾ എന്നിവയെല്ലാം ലോകത്തിൻ്റെ സംഭവങ്ങളെയെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പ്രധാനമായ ഒരു പഠിപ്പീര്. അബ്ദുള്ള ഹാഷിം തൻ്റെ കയ്യിൽ സോളമൻ രാജാവിൻ്റെ മോതിരമുണ്ടെന്ന് വരെ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രകൃതിയുടെ മേൽ തനിക്ക് അധികാരമുണ്ടെന്നും ചന്ദ്രനെ നിയന്ത്രിക്കാൻ തനിക്ക് സാധിക്കുമെന്നും ഒക്കെ ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ലൈവ് സ്ട്രീമിങ്ങും ടെസ്റ്റിമോണിയലുകൾ നിർമ്മിച്ചും വീഡിയോകൾ നൽകിയും ഒക്കെ അനുയായികളെ കണ്ടെത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം അടക്കിക്കൊണ്ട് നിരവധി പുസ്തകങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദ ഗോൾ ഓഫ് ദ വൈസ്, ദ മെഹദി മാനിഫെസ്റ്റോ, ദ ഡിവൈൻ ജൂറിസ്പ്രുഡൻസ് അഥവാ ദൈവിക നിയമശാസ്ത്രം. ഈ പുസ്തകങ്ങളിൽ പ്രവചനം, നിയമം, ചരിത്രം എന്നിവയെല്ലാം പുനർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഹാഷിമിനെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവനായി പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള പുസ്തകങ്ങളാണ് ഇതെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനും സാധിക്കും. ഇവരുടെ വരുമാന മാർഗത്തെക്കുറിച്ച് പറയുന്ന അനുയായികളിൽ നിന്ന് വലിയ തോതിലുള്ള സംഭാവന ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നുണ്ട്. പലരും തങ്ങളുടെ വീടുകളും ആഭരണങ്ങളും ഒക്കെ വിറ്റ് ഇയാളുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കുന്നു, അയാൾക്ക് കൊടുക്കുന്നു എന്ന് സാക്ഷ്യം പറയുന്ന വീഡിയോകളുമുണ്ട്. ഹാഷിമിൻ്റെ അനുയായികൾ പല സ്ഥലങ്ങളിൽ പ്രത്യേക കമ്മ്യൂണലുകൾ സ്ഥാപിച്ചാണ് പാർക്കുന്നത്. ഇത്തരം കേന്ദ്രങ്ങൾക്ക് ചുറ്റുമതിലും കാവൽ നായ്ക്കളും ഒക്കെ ഉണ്ട്. വളരെ നിഗൂഢമായ നിലയിലാണ് ഇവ പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മറ്റുള്ളവർക്ക് അവിടേക്ക് പ്രവേശനമില്ല. ഇനി ഇവർക്ക് കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കൊന്നും സാധാരണ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, സ്കൂളുകളിൽ അയക്കുന്നില്ല. അവരെല്ലാം ഹോം സ്കൂളിംഗ് ആണ് നടത്തുന്നത്. കാരണം പുറത്തു പോയി പഠിച്ചാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുട്ടികളുടെ തലയിലേക്ക് എത്തിപ്പെടുമെന്നാണ് ഇവർ പറയുന്നത്. പുറത്തു നിന്നുള്ള കോണ്ടാക്റ്റുകൾ മാക്സിമം ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ചിലരൊക്കെ കുടുംബ ബന്ധങ്ങൾ പോലും ഉപേക്ഷിച്ച് ആരുമായി ബന്ധമില്ലാതെ ഈ ഗ്രൂപ്പിനകത്ത് മാത്രമായി ജീവിക്കുന്നു എന്നും കേൾക്കുന്നു. ഈ അംഗങ്ങൾക്കിടയിൽ രക്ത ഉടമ്പടികൾ എടുക്കാറുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിയമപ്പെട്ടകത്തിൻ്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേൽ മനുഷ്യരക്തം കലർത്തി ഇങ്ങനെയുള്ള നിഗൂഢമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഈ ഹാഷിം ഇസ്ലാമിനെ സമ്പൂർണ്ണമായി എതിർക്കുക മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ മതങ്ങളുടെയും പല ഘടകങ്ങൾ ചേർത്ത് ഒരു അവിയൽ കൾട്ട് സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ മതങ്ങളുടെയും പുണ്യപുരുഷന്മാരുടെ പിൻഗാമിയായി അയാൾ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്രിസ്തുമതം, ഇസ്ലാം, ജൂതമതം, കത്തോലിക്ക മതം എന്നിവയെല്ലാം കാലഹരണപ്പെട്ടു എന്ന് അയാൾ പ്രഖ്യാപിക്കുന്നു. ഹാഷിമിൻ്റെ വാക്കുകളിൽ യേശു വാഗ്ദാനം ചെയ്ത ആശ്വാസകനും മുസ്ലിങ്ങൾ കാത്തിരിക്കുന്ന മഹ്ദിയും ഷിയാക്കൾ പ്രതീക്ഷിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഇമാമും അയാൾ തന്നെയാണ്. പോപ്പിന് പോലും തൻ്റെ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. താൻ ഹാഷിം ഇപ്പോൾ സ്വർഗത്തിൻ്റെ താക്കോൽ കൈവശം വെച്ചിരിക്കുന്നു എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. ഹാഷിമിൻ്റെ പ്രസ്ഥാനത്തെ ഒരു തീവ്രവാദ ഗ്രൂപ്പായൊന്നും ഔദ്യോഗികമായി ഗവൺമെൻറ്റുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ മുസ്ലിം ലോകം ഹാഷിമിൻ്റെ പ്രസ്ഥാനത്തെ വലിയ തോതിൽ എതിർക്കുന്നുണ്ട്.
മലേഷ്യ മുതൽ ഇറാഖ് വരെ ഹാഷിമിൻ്റെ അനുയായികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വീഡനിൽ ഈ ഗ്രൂപ്പിനെതിരെ വിസയുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. UK-യിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. മറ്റ് ഇസ്ലാമിക വിഭാഗങ്ങളും ഷിയാകൾ ഉൾപ്പെടെ ഹാഷിമിൻ്റെ അവകാശവാദങ്ങളെ ദുരുപദേശം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. ഇതൊക്കെയാണെങ്കിലും അനുദിനം ഇയാൾക്ക് കൂടുതൽ അനുയായികളെ ലഭിക്കുന്നു, അയാളുടെ കൂട്ടത്തിലേക്ക് കൂടുതൽ ആളുകൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. ഇതൊരു അപകടകരമായ കൾട്ടാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെ ലോകത്തിൽ ആളുകളെ സ്വാധീനിക്കുന്ന വിചിത്രമായ വിശ്വാസങ്ങളും വിചിത്രമായ ആചാരങ്ങളും വിചിത്രരായ മനുഷ്യരും ഇങ്ങനെ ആൾ ദൈവങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കുറേ കാലം കഴിയുമ്പോൾ ഇതിൽ പലതും കെട്ടടങ്ങിപ്പോകും. എങ്കിലും അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കുറേയധികം ആളുകളെ തെറ്റായ വഴികളിലേക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ടുപോവുകയും തിന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആളുകളുടെ പ്രത്യേകത. അത് നമ്മൾ തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. ഈ ഹാലലിയ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ, വിശേഷങ്ങൾ, ഇതുപോലെയുള്ള വിചിത്രമായ സംഭവങ്ങൾ ഒക്കെ ഹാലലിയയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.